മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയും, അയാൾക്ക് ധനമുണ്ടായിട്ടും സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഒരല്പം കൂടി സമയം എനിക്ക് തന്നാൽ ഞാൻ സക്കാത്ത് നൽകാം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് തെളിവായിട്ട് പിടിച്ചോ ആയത്ത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. കാരണം നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നാൽ അവർ പറയും, പടച്ച റബ്ബേ അല്പസമയം കൂടി നീട്ടിത്തന്നാൽ ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം, ഞാൻ സക്കാത്ത് നൽകാം, സദഖ നൽകാം എന്ന് പറയും. പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ പിന്നെ ഒരല്പസമയം പോലും അള്ളാഹു നീട്ടിത്തരികയില്ല. ഗൗരവതരമായ ഈ കാര്യത്തെ നാം മനസ്സിലാക്കുകയും ഓരോ ആളുകളും ബാധ്യതപ്പെട്ട സക്കാത്ത് അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ നൽകണം. തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, ധനികന്മാരിൽ നിന്നത് പിടിച്ചെടുക്കുകയും ഫഖീറുകൾക്ക് അത് നൽകപ്പെടുകയും വേണം. ഫഖർ ഉണ്ടാവാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാവാൻ പാടില്ല. ഫഖീറുകളെയും മിസ്കീനുകളെയും സഹായിക്കാൻ വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതുല്യമായ ഈ ഒരു ഇബാദത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സക്കാത്ത് നൽകുന്ന ആളുകളായി മാറാൻ നാം ശ്രമിക്കണം.